ഹലോ കൂട്ടുകാരെ, ചെമ്മനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ സുധി പറയുന്നുണ്ട് അവൻ AC ഇല്ലാതെ ഹാളിൽ പോയി കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചി പിടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ശ്രുതി ഹാളിൽ കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ റൂമിൽ പോയി കിടക്കും, എന്തായാലും റൂമിൽ പോയി കിടക്കും എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. എന്തായാലും അവൻ മേലെ കയറി പോകുന്നുണ്ട്. ശ്രുതി കുറേ തടയലൊക്കെ ഉണ്ട്. എന്തായാലും ശ്രുതി മുകളിൽ പോയി വാതിലൊക്കെ തട്ടുന്നുണ്ട്. അപ്പോൾ സച്ചി വന്ന് തുറങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചിയോട് പറയുന്നത് എനിക്ക് എൻ്റെ ചാർജർ ഇവിടെ ഞാൻ മറന്നു വെച്ചു, അതില്ലെങ്കിൽ എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചി ചാർജർ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടും കൊണ്ട് ശ്രുതി അതുകൊണ്ട് പോരുന്നുണ്ട്. പിന്നെയും താഴത്തേക്ക് വന്നിട്ട് പിന്നെ അവൻ അവിടെ കടക്കാൻ പറ്റില്ല. പിന്നെ അവൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ തലയണല്ലാതെ ഫേവറേറ്റ് തലയിലല്ലാതെ കടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട്. പിന്നെ ശ്രുതി പറയുന്നുണ്ട് പോണ്ട വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രുതി പോകുന്നുണ്ട്. സച്ചിയുടെ അടുത്തേക്ക് പിന്നെയും പോകുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് പിന്നെയും വാതിൽ തട്ടിയിട്ട് തുറന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ തലയണ വേണം. എന്തായാലും സച്ചി അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും താഴത്തേക്ക് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി സന്തോഷമായിട്ട് ഇരിക്കണതാണ്. സച്ചി പറയുന്നത് നിനക്ക് നല്ല പൂവിൻ്റെ മണമാണ്, നിന്നെ നല്ല പൂവിൻ്റെ മണമാണ്, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കടക്കയിൽ കിടക്കുക, നീയും വായ എൻ്റെ ഒപ്പം കടക്കയിൽ മേലെ കിടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് എന്തായാലും ഫ്രിഡ്ജിനകത്ത് കുറച്ച് പൂവില്ലേ, ആ പൂവ് എടുത്തിട്ട് ദേഹം മുഴുവൻ ചുറ്റി കടന്നാൽ മതി, എന്നാൽ പിന്നെ നല്ല മണം ഉണ്ടാവും പൂവിൻ്റെ, അപ്പോൾ പിന്നെ അങ്ങ് സച്ചിയേട്ടന് കടന്നുറങ്ങാലോ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.